ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വിലയാണ്. പ്രതാപം പണം കൊടുക്കാനുള്ള ആള് ഗായത്രി വിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അയാളെ കണ്ടുവിടാൻ പ്രഭാവതിയും പ്രതാപനും ചേർന്ന് അയാളെ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാള് ഒച്ച വെച്ച് ആളെ കൂട്ടുകയാണ്. തുടർന്ന് പാറുവും വിശാലും കൂടി താഴേക്ക് വരുന്നു. മേഡത്തിനോട് ചോദിച്ചാൽ പണം തരുമെന്ന പ്രതാപം പറഞ്ഞത്, അതുകൊണ്ട് മേഡം എൻ്റെ പണം തരണമെന്നൊക്കെ അയാൾ പറയുമ്പോൾ വിശാല് ചോദിക്കുകയാണ്, പാർവതി, താൻ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടോ? ഇല്ല, എനിക്ക് ഇയാളെ അറിയത്തില്ലെന്ന് പാറു പറയുമ്പോൾ അയാൾ പറയുകയാണ്, ഈ മേഡമല്ല, ഈ പ്രതാപനാണ് എനിക്ക് പണം തരാനുള്ളത്. പലപ്പോഴായി ചീട്ട് കളിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങുമായിരുന്നു. എപ്പോഴും ജയിക്കുമ്പോൾ തരാമെന്ന് പറയുമെങ്കിലും എനിക്ക് ഒന്നും തന്നെ തരാറില്ല. ഇപ്പോൾ എനിക്ക് ഇയാൾ 30 ലക്ഷം രൂപയാണ് തരാനുള്ളത്. ചീട്ടുകളിയിലെല്ലാം ഇയാൾ തോറ്റും പോയി. പ്രതാപ, നീയായിട്ട് സത്യം പറയുന്നോ അതോ നീ ചീട്ട് കളിക്കുന്ന വീഡിയോ എൻ്റെ ഫോണിലുണ്ട്, ഞാനത് കാണിച്ചു കൊടുക്കട്ടെ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും. തുടർന്ന് പ്രതാപൻ പറയുകയാണ്, ഇയാൾ പറഞ്ഞത് ശരിയാ, ഞാൻ ഇയാളുടെ കയ്യിൽ നിന്നും ചീട്ട് കളിക്കാനായി പണം കടം വാങ്ങിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന വിശാല് ദേഷ്യത്തോടെ പറയുകയാണ്, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അപ്പോ ചീട്ട് കളിച്ച ഈ പണം കൊടുക്കാൻ വേണ്ടിയാണല്ലേ എൻ്റെ അടുത്ത് ബിസിനസ് എന്നൊക്കെ കള്ളം പറഞ്ഞത്? അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമായിരുന്നു എന്ന് വിശാല് ചോദിക്കുമ്പോൾ എനിക്കിതൊന്നും അറിയില്ലായിരുന്നെന്നും ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നും പ്രഭാവതി പറയുന്നു. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, എടാ നാണം കെട്ടവനെ, നീ ചീട്ട് കളിച്ച പണം കൊടുക്കാനാ വിശാലിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങളൊരു നല്ലവനാണെന്നാ ഞാൻ കരുതിയത്, പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊരു ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് വിശാല് പറയുമ്പോൾ അയാൾ പറയുകയാണ്, എന്റെ പ്രതാപ, സ്വന്തം കുടുംബത്തിനെ പോലും ഒറ്റുന്ന ആളാണ് നീയെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താണെങ്കിലും നിന്റെ കയ്യിൽ നിന്നും എങ്ങനെ പണം വാങ്ങണമെന്ന് എനിക്കറിയാം. എന്റെ പണം തന്നു തീർത്തില്ലെങ്കിലേ 2 കാലുകൊണ്ട് നീ ഈ ഭൂമിയിൽ കൂടി നടക്കില്ല. അത്രയും പറഞ്ഞ് പാർവതിയെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ പാറു പ്രതാപന്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, എന്റെ പ്രതാപൻ സാറേ, ഇങ്ങനെ അമ്മയെ പോലും അപമാനപ്പെടുത്തുന്ന ഒരാളാണ് നിങ്ങളെന്ന് ഞാനും അറിഞ്ഞില്ല. ഇപ്പോ തക്ക സമയത്ത് അയാൾ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അമ്മയും കൂടി കള്ളിയാക്കുമായിരുന്നല്ലോ. ഇത് കേൾക്കുന്ന പ്രഭാവതി ദേഷ്യത്തോടെ പ്രതാപനോട് പറയുകയാണ്, നിനക്ക് തൃപ്തിയായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് പ്രഭാവതി. തുടർന്ന് വിശാല് പറയുകയാണ്, അങ്കിളെ, നിങ്ങളെ എനിക്ക് തല്ലിക്കൊല്ലാനാ തോന്നുന്നത്. അമ്മയുടെ മുന്നിലിട്ട് നിങ്ങളെ തല്ലുന്നത് ശരിയല്ല, അതുകൊണ്ട് മാത്രമാ ഞാൻ നിങ്ങളെ തല്ലാത്തത്. ഇത്രയും നാളും അമ്മ ഇയാൾക്ക് തിന്നാൻ കൊടുത്ത് ഇവിടെ വെച്ച് പുലർത്തി, ഇനി എന്താണെങ്കിലും അത് പറ്റില്ല. അതുകൊണ്ട് ഇയാളുടെ കാര്യത്തിൽ അമ്മ തന്നെ തീരുമാനമെടുക്കണം. ഇത് കേൾക്കുന്ന പ്രഭാവതി പ്രതാപന്റെ മുറിയിലേക്ക് ചെന്ന് ബാഗ് എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് പ്രതാപന്റെ നേരെ അത് വലിച്ചെറിയുന്നു. തുടർന്ന് പ്രതാപൻ ബാഗുമായി വീടിന്റെ പുറത്തേക്ക് പോകുന്നു. ഇത് കാണുന്ന വിശാല് തന്റെ മുറിയിലേക്ക് പോകുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതി. തുടർന്ന് പാറു അവിടെ നിന്ന് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുന്ന പ്രഭാവതിയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ്. വിശാലിന്റെ അടുത്തേക്ക് പാറു ചെല്ലുമ്പോൾ വിശാല് ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ എൻ്റെ സ്വന്തം അമ്മാവനെ പോലെയല്ലേ അയാളെ കണ്ടത്, എന്നിട്ട് അയാള് പണത്തിന് വേണ്ടി എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? പ്രഭാവതി അമ്മയെ പോലും അയാള് ചതിച്ചില്ലേ എന്നൊക്കെ വിശാല് പറയുമ്പോൾ പ്രഭാവതി അമ്മയുടെ ചതി അറിയുമ്പോൾ വിശാൽ സാറിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പാറു ആലോചിക്കുന്നു. തുടർന്ന് പാറു മനസ്സിൽ പറയുകയാണ്, വിശാൽ സാർ, നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത രൂപമാണ് പ്രഭാവതി അമ്മയ്ക്ക്. എന്താണെങ്കിലും അവരുടെ മൂടുപടം അധികം വൈകാതെ തന്നെ അഴിഞ്ഞു വീഴും. പിന്നീട് കാണിക്കുന്നത് വിപിനുള്ള ആഹാരവുമായിട്ട് മുറിയിലേക്ക് ചെല്ലുന്ന പല്ലവിയെയാണ്. നിന്നോടാരാ ഇപ്പോ ആഹാരവും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ഞാനെപ്പോഴും ടേബിളിൽ ഇരുന്നാ കഴിക്കാറ്. എന്റെ സാറേ, വൃത്തിയുള്ള എവിടെ ഇരുന്നും ആഹാരം കഴിക്കാം. സാറിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ദേ മുരിങ്ങയ്ക്ക കറിയും കൊണ്ടാ വന്നതെന്ന് പല്ലവി പറയുമ്പോൾ വിപിൻ പറയുകയാണ്, നിന്റെ ഉദ്ദേശമൊന്നും എന്താണെങ്കിലും നടക്കാനേ പോകുന്നില്ല. ഒരു നിർണായക ഘട്ടത്തിൽ എനിക്ക് നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. അതിനപ്പുറം നമ്മൾ തമ്മിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് വിപിൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കണ്ണാടിയിൽ നോക്കി മേക്കപ്പ് ചെയ്യുന്ന പ്രഭാവതിയാണ്. അതേസമയം പ്രഭാവതിയുടെ പ്രതിബിംബം പ്രഭാവതിയോട് ചോദിക്കുകയാണ്, നിന്റെ സ്വന്തം അനിയനല്ലായിരുന്നു അവൻ? കൂടെ നിഴല് പോലെ കൊണ്ടു നടന്നിട്ട് നീ അവനെ ചതിക്കുകയല്ലേ ചെയ്തത്? ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, അവനെ പറഞ്ഞുവിടാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഈ പ്രഭാവതി ഇപ്പോ ഇവിടെ ഉണ്ടാവുകയില്ലായിരുന്നു. പാർവതി, അവൾ ഇവിടുത്തെ അടുക്കളപ്പുറത്ത് ഒതുങ്ങി കഴിഞ്ഞിരുന്ന പെണ്ണായിരുന്നു. പക്ഷേ അവളിപ്പോ വളർന്ന് വളർന്ന് എന്നെ വരെ ഭരിക്കുന്ന രീതിയിൽ എത്തിയിരിക്കുന്നു. അവള് എന്നെ പരാജയപ്പെടുത്തി തുടങ്ങിയിരിക്കുകയാണ്. എന്താണെങ്കിലും അവൾക്കെതിരെ ഞാൻ പകരം വീട്ടാൻ പോകുന്നത് അവളുടെ അനിയത്തി വഴിയായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് പാറുവിനെ കൊല്ലാൻ നോക്കിയതും പ്രതാപനെ പറഞ്ഞു വിട്ടതുമായ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് പ്രഭാവതി. അതേസമയം പാറു അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, എന്തൊക്കെയല്ലേ അമ്മേ ഇപ്പൊ ഇവിടെ നടന്നത്? അമ്മയുടെ വലം കൈ പുറത്തേക്ക് പോയി.
അമ്മയുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്ന ജാസ്മിനും പുറത്തുപോയി. കേൾക്കുന്ന പ്രഭാവതി ദേഷ്യത്തോടെ പറയുകയാണ്, എടി വിജയിച്ചെന്ന് കരുതി നീ ഇങ്ങനെ അഹങ്കരിക്കണ്ട. പ്രഭാവതി ആരാണെന്ന് നീ ശരിക്കും അറിയാൻ കിടക്കുന്നതേ ഉള്ളെന്ന് പ്രഭാവതി പറയുമ്പോ പാറു പറയുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം വിശാൽ സാർ അറിഞ്ഞാലേ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു വിശാൽ സാർ തന്നെ ആയിരിക്കും. നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ല, അതെങ്ങനെ എണ്ണാൻ സാധിക്കും അല്ലേ പ്രഭാവതി അമ്മേ എന്ന് പാറു പറയുമ്പോ എടി എന്ന് ദേഷ്യത്തോടെ പാറുവിനെ വിളിക്കുകയാണ് പ്രഭാവതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.